الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ ഒരു സംഭാഷണം, ഏറ്റവും ഉത്തമമായ ഒരു വർത്തമാനം നിങ്ങൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു എന്ന് സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അഹ്സനുൽ ഹദീസ്, ഒരുപാട് വർത്തമാനങ്ങൾ നമ്മൾ പലതും പറയുകയും സംസാരിക്കുകയും ചെയ്യും. പക്ഷേ കലാമിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കലാം, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അതാണ് അല്ലാഹു നസ്സല അഹ്സനുൽ ഹദീസ്. ഏറ്റവും ഉത്തമമായ വൃത്താന്തം അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മസാനിയ, ആവർത്തിത ഉദാഹരണങ്ങളിലൂടെ ആശയം വിശദീകരിക്കുന്ന ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ തൊലി, ശരീരത്തിൻ്റെ ആ തൊലി അതുകൊണ്ട് രോമാഞ്ചമാവൃതമാകും. അത് ഇഖ്ശിറാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച പേടിയും ബഹുമാനവും കൊണ്ട് ശരീരം വിറക്കും. സുമ്മ തലീലു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അതിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ തൊലികൾ മൃദുലമായി മാറും, അവരുടെ ഹൃദയങ്ങൾ വളരെ താഴ്മപ്പെട്ടു വരും. ദാലിക ഹുദല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ സന്മാർഗമാണ്. വമൻ യുദ്ലില്ലാഹു വമാ ലഹു മിൻ ഹാദ്, ആരെങ്കിലും അള്ളാഹു വഴിതെറ്റിക്കാൻ തീരുമാനിച്ചാൽ അവന് ആരാണ് പിന്നെ സന്മാർഗം കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒട്ടനേകം പേരുകൾ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 50-ലധികം പേരുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതായത് അസ്സിറാത്തുൽ മുസ്തഖീം, ഹബിലുല്ലാഹ്,
നൂർ, അൽ ഫുർഖാൻ, ഇങ്ങനെ തുടങ്ങി ഓരോ വിശുദ്ധ ഖുർആൻ അതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ വലിപ്പത്തെയും അതിൻ്റെ സ്വാധീനത്തെയും അതിൻ്റെ മഹാത്മ്യത്തെയും വിശദീകരിക്കുന്ന നാമങ്ങളാണെല്ലാം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബനി ഇസ്രായീൽ അതിൻ്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ ഒരു ജീവിതത്തിലേക്കാണ്, മാർഗത്തിലേക്കാണ് ഈ ഖുർആൻ വഴി കാണിക്കുന്നത്. വയുബശ്ശിറുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് കണക്കറ്റ മഹത്തായ അളവറ്റ പ്രതിഫലം അവർക്കുണ്ട് എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ അഅ്തദ്നാ ലഹും, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അഅ്തദ്നാ ലഹും അദാബൻ അലീമ, വേദനിപ്പിക്കുന്ന ശിക്ഷ അവർക്ക് നാം ഒരുക്കി വച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലേക്ക് വരുന്നവർക്ക് അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ അർത്ഥങ്ങളെയും അതിലെ അഹ്കാമുകളെയും അതിലെ മതവിധികളെയും പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല ജീവിതമാണ് നൽകുന്നത്. എന്നാൽ അതിൽ നിന്ന് തെറ്റിപ്പോയി എല്ലാം നിഷേധിക്കുക, എല്ലാറ്റിനെയും പരിഹസിക്കുക, ഇങ്ങനെയുള്ളൊരു മാർഗം സ്വീകരിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, പടച്ചവന് ചില സ്വന്തക്കാരുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ചില ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ, ഏറ്റവും അടുത്ത ആളുകളുണ്ടാവും. ഒരുപാട് ആളുകളിൽ നമുക്ക് പരിചയമുണ്ടാവും. പക്ഷേ ആ പരിചയക്കാരിൽ ചില ആളുകൾ നമ്മോട് വളരെ അടുത്ത ആളുകളായിരിക്കും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, കാരു യാ റസൂലുള്ളാഹ് മൻഹും, ആരാണ് ഈ അള്ളാഹിൻ്റെ പ്രത്യേകക്കാർ, ആരാണ് ഈ സവിശേഷമായ അടുപ്പം സമ്പാദിച്ച ആളുകൾ? കാലഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആൻ്റെ ആളുകളാണ്. അതായത് ഖുർആൻ പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും അത് പാരായണം ചെയ്യുകയും അതുപയോഗിച്ച് നമസ്കാരം നടത്തുകയും ഒക്കെ ചെയ്യുന്ന, ഖുർആനുമായി എപ്പോഴും ഒരു മഹബത്ത് സ്ഥാപിച്ചിട്ടുള്ള, അതിനോട് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അഹ്ലുൽ ഖുർആൻ. വഖാസ്സത്തുഹു, ഖുർആൻ്റെ പ്രത്യേകക്കാരായ, ആ ഖുർആനോട് പ്രത്യേകമായി തന്നെ മമത വെച്ച് പുലർത്തുന്ന വിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല ഈ ഖുർആൻ അതുകൊണ്ട് ഏറ്റവും ഉന്നതിയിൽ മനുഷ്യനെത്താൻ സാധിക്കും. സാധാരണ നമ്മുടെ പരിചയത്തിൽ വളരെ മോശപ്പെട്ട ഒരു ജീവിത നിലവാരമുള്ള, അതല്ലെങ്കിൽ ആരാലും പരിഗണിക്കപ്പെടാത്ത, ആരാലും ബഹുമാനിക്കപ്പെടാത്ത, ഒരു ഉമ്മറപ്പടികളിലും സ്വീകരിക്കപ്പെടാത്ത ആളുകളുണ്ടായിരിക്കും. പക്ഷേ ആ ഖുർആൻ കൊണ്ട് അവർ അത്യുന്നത ബഹുമാനത്തിലേക്ക് ഉയരും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കായിൽ അദ്ദേഹം നിശ്ചയിച്ച ഗവർണറായിരുന്നു നാഫി ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഗവർണർ. പക്ഷേ ഈ ഗവർണറെ ഇസ്ഫഹാനിൽ വെച്ച് ഉമർ കണ്ടുമുട്ടുകയാണ്. ആ നാഫിയോട് ഉമർ ചോദിച്ചു, അതെന്താ താങ്കൾ ഇവിടെ? മക്കത്ത് കാര്യം നോക്കാൻ ആരെയാണ് താങ്കൾ മക്കത്തെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ, അവിടെ ഇബ്നു അബ്സയുണ്ട്. മൻ ഇബ്നു അബ്സ? ഇബ്നു അബ്സ ആരാണ് എന്ന് ഉമർ തൻ്റെ ഗവർണറായ നാഫിയോട് ചോദിച്ചപ്പോൾ നാഫി പറഞ്ഞു, ഹുവ മൗല മിൻ മവാലീന, ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയാണ്, സ്വതന്ത്ര മനുഷ്യനും കൂടിയല്ല, ഞങ്ങളുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ് ഇബ്നു അബ്സ. അടിമകളിൽപ്പെട്ട ഒരു അടിമയെ മക്ക ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി താങ്കൾക്ക് പകരം നിശ്ചയിച്ചെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പം നാഫി പറഞ്ഞു, അദ്ദേഹം ഖുർആൻ അറിയുന്ന ആളാണ്,
ഖുർആൻ്റെ അഹ്കാമുകൾ അറിയുന്ന ആളാണ്, മതവിധികൾ അറിയുന്ന ആളാണ്, മതപരമായി പാണ്ഡിത്യമുള്ള ആളാണ്. അടിമയോ ഉടമയോ എന്നത് ഇവിടെ പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ അയാളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പോന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ഉമർ ഖത്താബ് പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ അള്ളാഹു അത്യുന്നതിയിലേക്ക് ഉയർത്തും. അടിമകളിൽപ്പെട്ടവർ, അടിമയായ ഇബ്നു ഹംസ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരിയാകാൻ, മസ്ഊലാകാൻ ഈ ഖുർആൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കി. കാരണം അദ്ദേഹം ഖുർആൻ നല്ല പരിജ്ഞാനമുള്ള ആളാണ്. എന്നാൽ ആ ഖുർആൻ അവഗണിക്കുന്ന ആളുകളോ, അതുകൊണ്ട് അവരെ അള്ളാഹു താഴോട്ട് താഴ്ത്തിക്കളയും എന്ന് ഉമർ ഖത്താബ് അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സാരോപദേശം, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു സാരോപദേശമാണ് ഖുർആൻ. യാ അയ്യുഹന്നാസു ഖദ് ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങളെ, ഖദ് ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഉപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൻ, അത് ശമനമാണ്. രണ്ട് തരത്തിലുള്ള ശമനം. ഒന്ന് മാനസികമായ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള ശമനം, മറ്റൊന്ന് ശാരീരിക രോഗങ്ങൾക്കും ശമനം. അതെന്താ ശാരീരിക രോഗങ്ങൾക്ക് ശമനം? അഥവാ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് തന്നെ രോഗങ്ങൾ സുഖപ്പെടുന്നതുണ്ട്. സഹാബികളിൽ ഒരു സംഘം ആളുകൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ അവിടെ വിഷം ബാധിച്ച ഒരു രാജാവിൻ്റെ വിവരം കിട്ടി. ആരാണ് നിങ്ങളിൽ റുഖിയ നിർവഹിക്കാൻ സാധിക്കുന്നവർ എന്ന് ആ രാജാവിൻ്റെ ആളുകൾ ഇവരോടൊന്ന് ചോദിച്ചു. അപ്പോൾ അവരിൽ റുഖിയ നിർവഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കി രാജകൊട്ടാരത്തിലേക്ക് പോയി. അവർ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറിയ വിഷം ഇറങ്ങിപ്പോയി. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സൂറത്ത് പാരായണം ചെയ്തു, സൂറത്തുൽ ഫാത്തിഹ ഓതി. അങ്ങനെ അത് ഷിഫ ആണ്. ആ ഖുർആൻ കൊണ്ട് ഷിഫയാക്കാൻ നമുക്ക് സാധിക്കും. രോഗം ബാധിച്ച ആളുകൾക്ക് അതുകൊണ്ട് ആ ഖുർആൻ പാരായണം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് അവർക്ക് ശമനം കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് സന്മാർഗവും വിശ്വാസികളായ ആളുകൾക്ക് ഒരു കാരുണ്യവുമാണ്. മാത്രമല്ല, ഒരു ശുപാർശക്കാരനെയും കിട്ടാത്ത ഒരു ദിവസം, ആരെങ്കിലുമൊക്കെ തന്നെ രക്ഷപ്പെടുത്താനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അതൊന്നും ലഭ്യമല്ലാത്ത ലാ ഖുല്ലത്തും വലാ ശുഫാഅ, സാഹോദര്യ ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ശുപാർശകളോ ഒന്നും വരെ പോകാത്ത ദിവസമാണ് പരലോക ദിവസം. അവിടെ ഈ ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ശുപാർശകരായി വന്നെത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ ഹദീസ്, ഖാല യജീഉൽ ഖുർആൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിശുദ്ധ ഖുർആൻ കടന്നു വരും. ഫയഖൂലു, എന്നിട്ട് പറയും, യാ റബ്ബി ഹുല്ലഹു ഹല്ലിഹി, ആ ഖുർആൻ പാരായണമുള്ള ആളെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇദ്ദേഹത്തിന് വസ്ത്രം ധരിപ്പിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്ഥാനവസ്ത്രം ധരിപ്പിക്കുക. അങ്ങനെ ഫയുൽബസു താജൽ കറാമ, അങ്ങനെ മഹത്വത്തിൻ്റെ ആദരവിൻ്റെ താജ്, കിരീടം അവന് ധരിപ്പിക്കപ്പെടും. സുമ്മയഖൂൽ യാ റബ്ബി സിദ്ഹു, അത് പോരാ, ഇനിയും കറാമത്തിൻ്റെ ആദരവിൻ്റെ ബഹുമതിയുടെ വസ്ത്രം അവൻ ഇനിയും കൂട്ടിക്കൊടുക്കണം. ഫയുൽബസു ഹുല്ലത്തൽ കറാമ, അപ്പോൾ ആ ഉടയാട, അവ ബഹുമതിയുടെ ഉടയാട ധരിപ്പിക്കപ്പെടും. സുമ്മയഖൂൽ യാ റബ്ബി ഇർള അൻഹു, പിന്നെയും ആ ഖുർആൻ, ഇതൊക്കെ ഖുർആനാണ് അള്ളാഹുവിനോട് ശുപാർശ പറയുന്നത്. ഈ ഖുർആൻ പഠിച്ച മനുഷ്യനെ നീ തൃപ്തിപ്പെടണം. അങ്ങനെ ഫയറുള്ള അൻഹു, അവരെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെടും. ഫയുഖാലു ഇഖ്റ, ഖുർആൻ നന്നായി പാരായണം ചെയ്തിരുന്ന, മനഃപ്പാടമാക്കിയിരുന്ന, പാരായണം ചെയ്തിരുന്ന ആ മനുഷ്യനോട് അവിടെ വെച്ച് പറയപ്പെടും, ഇഖ്റ, നീ ഓത്. വർക്ക, ആ ഓത്തിൻ്റെ കണക്കും എണ്ണവും അനുസരിച്ച് നീ ഉയർന്നു പോവുക. ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ വചനങ്ങൾക്കും ഓരോ പദവിയും ഉയർന്നു പോകും. അങ്ങനെ ഏറ്റവും ഉന്നതിയിലേക്ക്,
എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോകാൻ അവനെ ആ ഖുർആൻ സഹായിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം മഹത്വങ്ങൾ ഉള്ള ഈ വിശുദ്ധ വചനം അത് പഠിക്കുകയും പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അതിനാവശ്യമായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അങ്ങനെ സമൂഹത്തിൽ ഇതെന്നും സജീവമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഈ കലാം അതിനെ എല്ലാ സേവനങ്ങളും എല്ലാ സഹായങ്ങളും നൽകി നിലനിർത്തുകയും ചെയ്യണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും അത് പരിചരിക്കുകയും മറന്നുപോകാതെ കാര്യക്ഷമമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള മഹത്വം പല ഹദീസുകളിലും വചനങ്ങളിലും വന്നിട്ടുണ്ട്. നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂതാ ബിൽ ഖുർആനി യൗമൽ ഖിയാമ വഅഹ്ലിഹി അല്ലദീന കാനൂ യഅമലൂന ബിഹി. ആ ഖുർആൻ ജീവിതത്തിൽ പകർത്തിയിരുന്ന ഖുർആന്റെ ആളുകളെയും ഖുർആനെയും ഖിയാം നാളിൽ കൊണ്ടുവരപ്പെടും. ദുനിയ, ആ ദുനിയാവിൽ വെച്ച് ആ ഖുർആൻ ജീവിത ഭരണഘടനയായി ജീവിതത്തിൻ്റെ മാർഗദർശനമായി സ്വീകരിച്ച ആളുകളും അതുപോലെ തന്നെ ഖുർആനും കൊണ്ടുവരപ്പെടും. തുഖദ്ദിമുഹു, അങ്ങനെ വരുന്ന മനുഷ്യരുടെ മുമ്പിൽ നടക്കും സൂറത്തുൽ ബഖറ സൂറത്തുൽ ആലി ഇംറാൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളായ കാര്യങ്ങളിൽപ്പെട്ടതാണ് സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും. തിവാലിൽപ്പെട്ട കുറച്ചധികം വലിപ്പമുള്ള രണ്ട് സൂറത്തുകളാണത്. ആ സൂറത്തുൽ ബഖറ ഇവരെ നയിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ വരും അവരുടെ മുമ്പിലായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ആ രണ്ട് സൂറത്തുകളും തുഹാജ്ജാനി അൻ സാഹിബിഹിമാ, ആ രണ്ട് സൂറത്തുകളും പഠിച്ച ഖുർആൻ പഠിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ സംവാദം നടത്തും. ഇവരെ ഒരിക്കലും നരകത്തിലിടാൻ ആ രണ്ട് സൂറത്തുകൾ സമ്മതിക്കില്ല, അള്ളാഹുവിനോട് അവർ സംവദിച്ചു കൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശുറൈഹ് ബിൻ ഖുസായി റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ശിറു അബ്ശിറു അലൈസ തഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ്. അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾ സന്തുഷ്ടരായിക്കൊള്ളുക, നിങ്ങൾ അള്ളാഹു ഏകനാണെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരല്ലേ? ഖാലു നഅം, അതെ. ഖാല ഫഇന്ന ഹാദൽ ഖുർആന സബബ്, ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു കയറാണ്. സബബ് എന്ന് പറഞ്ഞാൽ ഹബൽ എന്നാണ് അർത്ഥം, ഒരു കയറാണ്. തറഫുഹു ബിയദില്ല, ആ കയറിൻ്റെ ഒരറ്റം പടച്ചവൻ്റെ കയ്യിലും തറഫുഹു ബി ഐദീക്കും, അതിൻ്റെ മറ്റേ അറ്റം അത് നിങ്ങളുടെ കൈകളിലുമാണ്. ഈ ഖുർആൻ നൽകപ്പെട്ട മുഅ്മിനീങ്ങളുടെ മുസ്ലിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ഒരറ്റമുള്ളത്, ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലും. അപ്പോൾ അള്ളാഹുവിനെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാശമാണ്, ഒരു കയറാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികു ബഅദഹു അബദാ, നിങ്ങളുടെ കയ്യിലൊരു അറ്റവും മറ്റേ അറ്റം പടച്ചവൻ്റെ കയ്യിലുമായി നിങ്ങൾ പരിരക്ഷിച്ച് നിർത്തുന്ന ഈ ഹബലുല്ലാഹ്, അള്ളാഹുവിൻ്റെ പാശം എന്ന് പറയുന്ന ഈ ഖുർആൻ, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല, അതുപോലെ തന്നെ നിങ്ങൾ നശിച്ചു പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ വ്യക്തമാക്കുന്നു. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക, ആ ഖുർആൻ നിങ്ങൾക്ക് ശുപാർശകരായി ഖിയാമത്ത് നാളിൽ വരും. മാത്രമല്ല ഖുർആൻ പഠിച്ച ആളുകളെ ആദരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്.
ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ആദരവർഹിക്കുന്നു. ഖുർആൻ പഠിക്കാത്ത ആളുകളും പഠിച്ച ആളുകളും തമ്മിലൊരു തമീസ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്, പടച്ചവനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, നരബാധിച്ച വയോധികനായ ഒരു മുഅ്മിനിനെ ബഹുമാനിക്കൽ. അതിന് കാണുമ്പോൾ പ്രായം ചെന്ന വിശ്വാസിയായ പ്രായം ചെന്ന ഒരു വയസ്സനെ കാണുമ്പോൾ അയാളെ ആദരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൻ്റെ ആ ഇനത്തിൽപ്പെട്ടതാണ്. കാരണം അയാൾക്ക് വേണ്ടി സ്ഥലം കൊടുക്കുക, അയാളെ കൈപിടിച്ച് സഹായിക്കുക, അയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ അള്ളാഹുവിനെ ഇക്റാം ചെയ്യുന്നതിൽപ്പെട്ടതാണ്. വഹാമിനുൽ ഖുർആൻ, ഖുർആൻ കൈവശമുള്ള ഹൃദയത്തിലുള്ള ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകളെയും ഇക്റാം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇക്റാം ചെയ്യുന്നതിൽപ്പെട്ടതാണ്. ഗൈറുൽ ഗാലി ഫീഹി വൽ ജാഫി അൻഹു, അതിൽ പരിധി വിട്ട് ആ ഖുർആനിൽ തീവ്രത കാണിക്കുന്ന ആളുകൾ, അഥവാ ഒന്നുകിൽ അനാവശ്യമായ രൂപത്തിൽ അത് അനാവശ്യമായ സ്ഥലങ്ങളിൽ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെയാണ് അതിൽ ഗുലൂം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ ദുർവ്യാഖ്യാനിക്കുക, അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുക, ഇവരൊക്കെയാണ് ഖുർആനിൽ ഗുലൂം കാണിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ജാഫി അൻഹു, ഖുർആൻ തൊട്ടു നോക്കാത്തവർ, അത് പരിഗണിക്കാത്തവർ, അതിന് നകന്നു പോയവർ. ഇത് രണ്ടുമല്ലാതെ മിതമായ നിലയ്ക്ക് ഖുർആനെ പരിചരിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവരെ ബഹുമാനിക്കണം. ഇക്റാം ഇബ്നു സുൽത്താനിൽ മുഖ്സിദ്, ഭരണം കിട്ടുന്ന അവസരത്തിൽ ആ ഭരണം കൊണ്ട് ജനങ്ങളോട് നീതിപൂർവം ഭരണം നടത്തുന്ന ആൾ, ജനങ്ങൾക്ക് അയാളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇവരൊക്കെ നാം ആദരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പല തരക്കാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭജിച്ചു, ഖുർആനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് നല്ലവണ്ണം ഖുർആൻ പഠിച്ച് ആ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനെ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസിയായ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ഉത്തുറുജ്ജ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. അത് നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പം നല്ല മണവും നല്ല രുചിയുമുള്ള ഒരു ഫ്രൂട്ട്, അതിനോടാണ് ഖുർആൻ അത് ജീവിതത്തിൽ പകർത്തുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അതുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരു മുഅ്മിനിനെ നബി ഉപമിച്ചിട്ടുള്ളത്. എന്നാൽ മുഅ്മിനാണ്, വിശ്വാസിയാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. പക്ഷേ അത്രയൊന്നും ഖുർആൻ പാരായണം ചെയ്യാത്ത ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിച്ച് തംറുമായിട്ടാണ്. തംർ, അതിന് വാസനയില്ല, പക്ഷേ അതിന് രുചിയുണ്ട്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വാസം ഇല്ലാത്ത അഭിനയക്കാരനെ, കപടവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് റൈഹാന, മണമുണ്ട് പക്ഷേ രുചി മഹാ കയ്പാണ്. അങ്ങനെയുള്ള റൈഹാൻ പുഷ്പത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. എന്നാൽ ഒരു കപടൻ, ഖുർആൻ പാരായണവുമില്ല, അതേ പ്രകാരം തന്നെ അതിൽ വിശ്വാസവുമില്ല, അങ്ങനെയുള്ള കപടനെ ഹംവല, കയ്പ് രസവും വളരെ ദുർഗന്ധവുമുള്ള ഒരു ഫലമാണ് ഹംവല, ആട്ടങ്ങ എന്ന് പറയുന്നത്. അതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ആവശ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കുകയും, അത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കൂടുതൽ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്താനും നമ്മുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശമനം നൽകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد